പപ്പയ്ക്കും അങ്ങനെയുള്ള എന്തെങ്കിലും പിണക്കം വന്നു കഴിഞ്ഞാൽ ഒരു 2 ദിവസം കഴിയുമ്പോ തന്നെ പുള്ളി 2 ദിവസമല്ലേ പറഞ്ഞു തന്നെ പപ്പ പറഞ്ഞു ദേഷ്യം വരുമ്പോ എന്തെല്ലാം പറയുന്നത്. അതെ, ഇവരെ വഴക്കൊക്കെ കൂടുമ്പോ നമ്മള് ചോദിക്കും ഇനി ഇവരിങ്ങനെ തിരിഞ്ഞു നോക്കൂല, കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ ഇരിക്കുന്നതാണ് പടയും ചക്കരയെ പോലെ. പിന്നെ അതൊക്കെ കണ്ട് നമ്മളും പറയില്ല, പപ്പ ഇരുന്ന് പറയും. അമ്മ ഒന്നും പറയില്ല കേട്ടോ ആ കാര്യത്തിൽ. രണ്ടും കൂടെ മറ്റേ 2 കൈയുടെ കൂട്ടിടിച്ചാലേ ഒച്ച. പപ്പ ഒരു വക എതിര് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഞാൻ ഒന്നും ഒരു എതിര് പറഞ്ഞിട്ടില്ല. കണ്ടോ, പാവമായിരുന്നല്ലേ, പാവം. ആ കാര്യത്തില് മാത്രം അമ്മയ്ക്ക് പ്രത്യേക ഒരു. അല്ലെ, പപ്പ എന്നോടും പറഞ്ഞിട്ടുണ്ട് നീ എന്റെ നല്ല വശം മാത്രം കണ്ടാ മതി. ആ ഒരു രീതി തന്നെ ഞാൻ ഇപ്പോഴും ഇന്ന് വരെ. അപ്പൊ ഈ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മള് അങ്ങനെ വഴക്കുണ്ടാക്കിയല്ല, എന്തെങ്കിലും ചെറിയ കാര്യത്തിന് ചിലപ്പോ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുള്ളൂ. അല്ലാതെ എന്നാ ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം നമ്മൾ എങ്ങനെ ഇത് പപ്പയോട് പറയുന്നത്, അത് പപ്പ അത് അങ്ങ് ഒന്നും പറയാതെ നമുക്ക് ഭയങ്കര ഒരു ഇതായിപ്പോ. എനിക്കിഷ്ടമില്ല. അമ്മയ്ക്ക് അമ്മ ഭയങ്കര ഓർക്കട, അമ്മയ്ക്ക് അത് ഈ പറഞ്ഞ റിലീജിയനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അമ്മയുടെ കാസ്റ്റ്, അമ്മയുടെ റിലീജിയൻ, അമ്മ ഭയങ്കര ഓർത്തഡോക്സ് ആണ്. അപ്പൊ ഇത് ശരിയാവോ അങ്ങനെ ഇങ്ങനെ. പക്ഷെ പപ്പയ്ക്ക് അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമില്ല. നല്ലൊരു 2 പിള്ളേരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായില്ലേ നല്ലൊരു അച്ഛനെയാണ് നേരെ അമ്പളിച്ചേട്ടനാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞ് കൺവിൻസ് ചെയ്ത്. പിന്നെ കണ്ടപ്പം ഒക്കെ പിന്നെ അമ്മ അവിടുത്തെ ഫാമിലി, അമ്മ പപ്പ, ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോ അവിടുത്തെ അച്ഛനെ അമ്മയെ കണ്ട ഒരു നല്ല സ്നേഹമുള്ള ആൾക്കാരെ നമുക്ക് കാണുമ്പോ അറിയാമല്ലോ. ഞങ്ങൾ അവിടെ ഇന്റർവ്യൂ എടുക്കാൻ പോയിട്ടുണ്ട്, എന്തൊരു സ്നേഹമായിരുന്നു അറിയോ. ജോർജ് സാറിനാണേലും അതെ, അങ്ങനെ എനിക്ക് പിന്നെ ഇഷ്ടമായത്. ഞങ്ങളൊക്കെ കൂടെ അവിടെ തന്നെ കൂടിയാലോന്ന് പിന്നെ അമ്മയ്ക്ക് അതങ്ങ് ഓക്കെ ആണ്. ആദ്യം ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് അറിയത്തില്ലല്ലോ, അവരെ പറ്റി ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അതിന്റെ ഒരു അമ്മ ഒരു പാട്ട് പാടുമോ? അമ്മ ഭയങ്കര നേരെ ഇരിക്കേ മോശം ഒരു പാട്ട് പാടാവോ? എന്നോട് പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇവിടെ എല്ലാരും കാണുവേ. നല്ല ചിരിച്ചു. അമ്മൂനെ ആരും മേക്കപ്പ് ഒക്കെ ചെയ്തേ? ഓ, അമ്മയാണ് ഇതൊക്കെ ചെയ്തതെന്നേ. എങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് അമ്മ പാടിക്കൊടുക്കോ? കിലുകിലുക്കം കിലുകിലുക്കം കിങ്ങിണി ചെപ്പിലൊളിച്ചിരിക്കും ടെലഫോണിനുള്ളിലുള്ളൊരു കൂട്ടുകാരി, കളി കൂട്ടുകാരി. കിലുകിലുക്കം കിലുകിലുക്കം കിങ്ങിണി ചെപ്പിലൊളിച്ചിരിക്കും ടെലഫോണിനുള്ളിലുള്ളൊരു കൂട്ടുകാരി, കളി കൂട്ടുകാരി. ഹലോ ഹലോ വിളിക്കും, അകലെ ഓടി ഒളിക്കും, കാതിൽ വന്നു കഥ പറയും, കാൽ ചിലമ്പൊലി കേൾക്കും.